ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോം തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നാന്യാസ്പൃഹാ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയശ്ച രഘുപുങ്കവനിർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം ച. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാ പ്രിയ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണം 14-ാം ദിവസം. ആരണ്യകാണ്ഡത്തിൽ 1585 വരി മുതൽ കാണ്ഡം അവസാനം വരെയാണ് ഇന്നത്തെ പാരായണ ഭാഗം. നമുക്ക് അതിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് അനുസ്മരിക്കാം. രാമലക്ഷ്മണന്മാർ സീതയെ തിരിഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ തകർന്ന തേരും ഒടിഞ്ഞ വില്ലും മറ്റും കണ്ടു. അവിടെ ഒരു യുദ്ധം നടന്ന ലക്ഷണമുണ്ട്. അടുത്ത് തന്നെ ചോരയിൽ കുളിച്ച് ഭീമാകാരമായ ഒരു രൂപം കിടക്കുന്നു. ലക്ഷ്മണ, വേഗം വില്ലും ശരങ്ങളും തരൂ. ഇതാ സീതയെ തിന്ന് തൃപ്തനായി ഒരു രാക്ഷസൻ കിടക്കുന്നു. ഇപ്പോൾ തന്നെ ഇവനെ വധിക്കണം. ഇത് കേട്ട് മരണപ്രായമായ ജടായു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയ ഘോര രാക്ഷസനെ നേരിട്ട് ഞാൻ യുദ്ധം ചെയ്തു. അങ്ങയുടെ സേവകനായ ജടായുവാണ് ഞാൻ. പരാജയഭീതി കൊണ്ട് ആ രാവണൻ എൻ്റെ ചിറകുകൾ ഛേദിച്ചു. എന്നിട്ട് അവൻ ദേവിയെയും കൊണ്ട് തെക്കോട്ട് പോയി. എനിക്കിനി ഒന്നും പറയാൻ ശക്തിയില്ല. മായാമനുഷ്യനായ അങ്ങയെ മരണസമയത്ത് കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങയുടെ തൃക്കൈ കൊണ്ട് എന്നെ തലോടിയാലും. ജടായുവിൻ്റെ അന്ത്യാഭിലാഷപ്രകാരം അദ്ദേഹത്തെ തൻ്റെ മടിയിൽ കിടത്തി തൃക്കൈകൾ കൊണ്ട് മന്ദമന്ദം തലോടി. എത്ര ഭാഗ്യവാനാണ് ജടായു. രാമൻ്റെ മടിയിൽ കിടന്ന് രാമനെ ദർശിച്ചുകൊണ്ട് രാമനാമം ഉരുവിട്ടുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു. തൻ്റെ അടുത്ത ബന്ധു മരിച്ചാൽ എന്നതുപോലെ രാമൻ ജടായുവിൻ്റെ വേർപാടിൽ ദുഃഖിച്ച് കരഞ്ഞു. അവർ അവൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് ശേഷക്രിയകളും നടത്തി. അപ്പോൾ സാരൂപ്യമുക്തി നേടിയ ജടായു ദിവ്യരൂപം ധരിച്ച് ആകാശത്തിൽ നിന്നുകൊണ്ട് രാമനെ സ്തുതിച്ചു. ഈ സ്തുതി രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സ്തുതിയിലൊന്നാണ്. മരണസമയത്തും മരണാനന്തരവും ഗൃഹങ്ങളിൽ ഇത് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയമഖില ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരമൂലം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്ന സ്തുതി അനന്ത ഗുണങ്ങളോട് കൂടിയവനും ആദ്യനും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും ആർക്കും ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവനും ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി സംഹാരം എന്നിവയ്ക്ക് കാരണമായവനുമായ അങ്ങേക്ക് നമസ്കാരം എന്ന് തുടങ്ങി നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഏതാണ്ട് 46 വരികളിലായി ഭക്തിരസം തുളുമ്പുന്ന ഭഗവത് വിഭൂതികളെ വാഴ്ത്തിക്കൊണ്ടുള്ള മഹാസ്തുതി കേട്ട് രാമൻ പക്ഷീന്ദ്രനെ അനുഗ്രഹിച്ചു. നിർമ്മലമായ രാമനാമം ചൊല്ലുന്ന ജനങ്ങൾ എത്തുന്ന സാരൂപ്യമുക്തിയെ ജടായു പ്രാപിച്ചു. അവർ വീണ്ടും സീതയെ തേടി ഒരു വനത്തിൽ നിന്നും മറ്റൊരു വനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു അത്ഭുത രൂപിയായ സത്വത്തിൻ്റെ കൈകളിൽ അവർ അകപ്പെട്ടു. അവൻ്റെ വായ വയറ്റിലാണ്. കണ്ണ്, കാത് മുതലായവ ഒന്നും കാണാനില്ല. കാലുകളുമില്ല. കൈകൾക്കാണെങ്കിൽ ഓരോ യോജന നീളവുമുണ്ട്. അതിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യും ലക്ഷ്മണ? ഇവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. രാമനിപ്രകാരം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, പരിഭ്രമിക്കേണ്ട ജ്യേഷ്ഠ, നമ്മൾക്ക് ഇവൻ്റെ ഓരോ കൈകൾ മുറിച്ചു മാറ്റാം. അങ്ങനെ രാമൻ വലത്തെ കൈയും ലക്ഷ്മണൻ ഇടത്തെ കൈയും മുറിച്ചു മാറ്റി. ആ സത്വം ആശ്ചര്യത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്?
എൻ്റെ കൈകൾ മുറിക്കാൻ ദേവന്മാർക്ക് പോലും സാധിക്കില്ല. ഇത് കേട്ട് രാമൻ വനവാസത്തിനിറങ്ങിയത് മുതൽ സീതയുടെ അപഹരണം നടന്നതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ കരങ്ങൾ മുറിച്ചത്. ക്ഷമിക്കണം, അങ്ങ് ആരാണ്? ഇത് കേട്ട കബന്ധൻ പറഞ്ഞു, അങ്ങ് രാമനാണെങ്കിൽ ഞാൻ ധന്യനായി. ധനു എന്നു പേരായ അതിസുന്ദരനായ ഗന്ധർവനായിരുന്നു ഞാൻ. ഒരു ദിവസം സുന്ദരിമാരാൽ ചുറ്റപ്പെട്ട് ക്രീഡിച്ചു കൊണ്ടിരുന്ന ഞാൻ അഷ്ടാവക്ര മഹർഷിയെ കണ്ട് പരിഹസിച്ചു. കോപിച്ച മഹർഷി എന്നെ ശപിച്ചു, നീ രാക്ഷസനായി പോകട്ടെ. ഞാൻ പശ്ചാത്തപിച്ച് മാപ്പിരന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ത്രേതായുഗത്തിൽ ഭഗവാൻ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ പിറക്കും. അദ്ദേഹം കാനനവാസത്തിന് വരുമ്പോൾ നിന്റെ കൈകൾ അദ്ദേഹത്താൽ ഛേദിക്കപ്പെടും. അപ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അങ്ങനെ ഞാൻ രാക്ഷസനായി മാറി. നോക്കൂ, വൈകല്യങ്ങൾ മനഃപൂർവ്വം ആരും ഉണ്ടാക്കുന്നവയല്ലല്ലോ, അത് ജന്മനായോ അപകടത്താലോ സംഭവിക്കുന്നതാണ്. അതിൽ പരിഹസിക്കുന്നത് പാപം തന്നെ. കബന്ധൻ തുടർന്നു, രാക്ഷസനായി തീർന്ന ഞാൻ ഒരു ദിവസം കോപത്തോടെ ഇന്ദ്രൻ്റെ നേരെ പാഞ്ഞു. അദ്ദേഹം വജ്രായുധം കൊണ്ട് എൻ്റെ തലയ്ക്കടിച്ചു. അപ്പോൾ എൻ്റെ തലയും കാലുകളും ഉള്ളിലേക്ക് വലിഞ്ഞു പോയി. ബ്രഹ്മാവ് തന്നിട്ടുള്ള വരത്താൽ ഞാൻ മരണപ്പെട്ടില്ല. ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ജീവൻ നിലനിർത്താൻ വായ വയറ്റിലും കൈകൾ നീണ്ടവയുമായി തീർന്നു. അങ്ങനെ ഞാൻ കബന്ധനായി. രാമ, ഇനി എന്നെ വലിയൊരു കുഴി കുഴിച്ച് അതിലിട്ട് ദഹിപ്പിച്ചാലും ഈ ശരീരം ദഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടും. അനന്തരം അങ്ങേക്ക് സീതാന്വേഷണത്തിനുള്ള വഴി ഞാൻ പറയുകയും ചെയ്യാം. അവർ കബന്ധ ശരീരം ദഹിപ്പിച്ചപ്പോൾ സർവാഭരണ വിഭൂഷിതനും ത്രിലോകസുന്ദരനുമായ ധനു എന്ന ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. രാമനെ നമസ്കരിച്ച് ഭക്തി കൊണ്ട് ഇടറിയ കണ്ഠത്തോടെ മനോഹരമായി രാമനെ സ്തുതിച്ചു. സന്ദർഭാനുസരണം അനുവാചകരെ ഭക്തി സമുദ്രത്തിൽ ആറാടിക്കുന്ന മനോഹരമായ സ്തുതികൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ വിളക്കി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കള്ളക്കർക്കടകത്തെ പറഞ്ഞുവിട്ടാൻ രാമായണത്തെ ജനങ്ങൾ ഉപാധിയാക്കിയത്. ഹരേ രാമ. കബന്ധൻ രാമൻ്റെ പരമാത്മസ്വരൂപത്തെ വിസ്തരിച്ചു വർണ്ണിച്ചു. ലോകസൃഷ്ടിയെപ്പറ്റിയും ഭഗവാൻ വിരാട് രൂപം സ്വീകരിച്ചതും വിരാട് രൂപത്തിൻ്റെ ഓരോ അവയവങ്ങൾ സ്ഥൂല പ്രപഞ്ചത്തിൽ ഇന്നതിന്നതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഭക്തി ജ്ഞാന സ്തുതി വളരെ മനോഹരമായി ചെയ്ത ശേഷം പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഇക്കാണുന്ന ശ്രീരാമരൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രകാശിക്കുമാറാകണമേ. ജാനകി കാന്ത, അങ്ങയെ വീണ്ടും വീണ്ടും ഞാനിതാ നമസ്കരിക്കുന്നു. സ്തുതി കേട്ട രാമൻ പറഞ്ഞു, സർവവേദസാരമായ അങ്ങയുടെ സ്തുതി കേട്ട് ഞാൻ പ്രസന്നനായി. സർവാത്മാവായ എന്നെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന യോഗികൾക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ശാശ്വതമായ പദത്തെ അങ്ങ് പ്രാപിച്ചാലും. രാമനിൽ നിന്നും അനുഗ്രഹം ലഭിച്ച ഗന്ധർവൻ പറഞ്ഞു, അടുത്തു തന്നെ അങ്ങയെ മാത്രം ധ്യാനിച്ച് അങ്ങയുടെ ദർശനം പ്രതീക്ഷിച്ചിരിക്കുന്ന തപസ്വിനി ശബരിയുടെ ആശ്രമമുണ്ട്. അവളെ ചെന്ന് കണ്ടാൽ സീതാന്വേഷണത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യും. ഗന്ധർവൻ വിമാനത്തിലേറി പറന്നുയർന്നു. രാമലക്ഷ്മണന്മാർ നേരെ ശബരിയുടെ ആശ്രമത്തിലേക്കാണ് പോയത്. ശബരി രണ്ടുപേരെയും സാദരം അർഘ്യവാദ്യാദികൾ ചെയ്ത് പൂജിച്ച് സൽക്കരിച്ചു. അമൃതതുല്യം സ്വാദുള്ള പഴങ്ങൾ ഭക്തിയോടെ അവർക്ക് നൽകി. ശബരി ഭഗവാന് സമർപ്പിച്ച പഴങ്ങളെപ്പറ്റി ധാരാളം കഥകൾ നമ്മൾക്കിടയിലുണ്ട്. ഭഗവാൻ എന്തു നൽകുന്നു എന്നതിലല്ല, അതിൽ കലർന്നിട്ടുള്ള ഭക്തിയുടെ പ്രാധാന്യമാണ്, ഭക്തിയുടെ ആധിക്യമാണ് പ്രധാനം. അനന്തരം ശബരി തൻ്റെ ഗുരുവായ മതംഗ മഹർഷിയെപ്പറ്റിയും അദ്ദേഹത്തിന് പോലും സാധ്യമാവാതെ പോയ ശ്രീരാമദർശനം തനിക്ക് സാധിക്കാൻ അദ്ദേഹം നൽകിയ ഉപദേശത്തെയും ഒക്കെ പറഞ്ഞു. ഒന്നും അറിയാത്ത സ്ത്രീയും താഴ്ന്ന ജാതിക്കാരിയുമായ എനിക്ക് അങ്ങയെ സ്തുതിക്കാൻ അറിഞ്ഞുകൂടാ, അവിടുന്ന് എന്നോട് സന്തോഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ രാമൻ അരുളി ചെയ്തു, ശബരി, എന്നെ ഭജിക്കാൻ സ്ത്രീ പുരുഷ ഭേദമോ ജാതിയോ പേരോ ആശ്രമോ അവസ്ഥകളോ ഒന്നുമല്ല ആവശ്യം. നിഷ്കാമമായ ഭക്തി ഒന്നു മാത്രമാണ് വേണ്ടത്. യജ്ഞ ദാന തപസ്സുകളാലോ വേദശാസ്ത്ര പഠനങ്ങളാലോ ഭക്തിയില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാൻ സാധ്യമല്ല. അതിനാൽ പ്രധാനമായും ഭക്തിയാണ് വേണ്ടത്. ഭക്തിയുടെ അനുഷ്ഠാനങ്ങളെപ്പറ്റി ഞാൻ ചുരുക്കി പറയാം. സജ്ജന സംസർഗം, ഭഗവത് കഥകളെ കീർത്തിക്കുക,
ഭഗവത് ഗുണങ്ങളെ വാഴ്ത്തുക, ഭഗവാന്റെ ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുക, ഗുരുവിനെ ഈശ്വരനായി കണ്ട് പൂജിക്കുക, സേവിക്കുക, ഭഗവാന്റെ പൂജയിൽ നിഷ്ഠയുണ്ടാവുക, ഭഗവത് മന്ത്രങ്ങൾ ഉപാസിക്കുക എന്നീ 7 വിധം ഭക്തിമാർഗങ്ങളെ പറഞ്ഞ ശേഷം ഭഗവത് ഭക്തന്മാരെ പൂജിക്കുക, എല്ലാത്തിനെയും സമഭാവനയോടെ കാണുക, ഇന്ദ്രിയ നിഗ്രഹം അഥവാ വൈരാഗ്യം വളർത്തുക, അതിലൂടെ ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം എന്നിവ നേടുക. ഇവയെല്ലാം കൂടി 8ാമതായും പരമാത്മതത്വത്തെ വിചാരം ചെയ്യുക എന്നത് 9ാമത്തേതും ആയ 9വിധ ഭക്ത്യാനുഷ്ഠാനങ്ങളെ ശബരിക്ക് രാമൻ ഉപദേശിച്ചു. അനന്തരം പറഞ്ഞു, ഇപ്രകാരം 9 വിധത്തിലുള്ള സാധനകളെ ശ്രദ്ധയോടെ ചെയ്യാൻ കഴിഞ്ഞാൽ എന്നിൽ ഭക്തി ഉറയ്ക്കും. ഭക്തി ഉണ്ടായാൽ മനസ്സ് ശുദ്ധമാവും. ശുദ്ധ മനസ്സിൽ പരമാത്മജ്ഞാനമുദിക്കും. അതോടെ ജീവൻ മുക്തിയും സാധിക്കും. പ്രഥമം സത്സംഗമാണ്. സത്സംഗം അനുഷ്ഠാനമായിട്ടെടുത്താൽ മറ്റുള്ളവയൊക്കെ ക്രമേണ വന്നു ചേർന്ന് ഉറച്ച ഭക്തിയുണ്ടായി പരമാത്മസ്വരൂപമായി തീർന്ന് മുക്തി ലഭിക്കും, സംശയമില്ല. സർവജ്ഞനായ രാമൻ സാധാരണക്കാരനെ പോലെ സീതയെപ്പറ്റി വല്ലതും അറിയുമെങ്കിൽ പറഞ്ഞു തരാൻ ശബരിയോട് പറഞ്ഞു. അതനുസരിച്ച് ശബരി പറഞ്ഞു, രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സീത വളരെ ദുഃഖത്തോടെ അവിടെ ഇരിക്കുന്നു. ഇവിടെ അടുത്താണ് പമ്പാ നദി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഋഷ്യമുഖ പർവ്വതം നമ്മൾക്ക് കാണാം. അതിനു മുകളിൽ വാനരനായ സുഗ്രീവൻ 4 മന്ത്രിമാരോട് കൂടി താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബാലിയെ പേടിച്ചാണ് ഇവിടെ വന്ന് അദ്ദേഹം താമസിക്കുന്നത്. ബാലിക്ക് ശാപത്താൽ ഇവിടെ വരാനും സാധിക്കില്ല. അങ്ങ് സുഗ്രീവനെ പോയി കണ്ടാലും സീതാന്വേഷണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അവൻ ചെയ്തു തരും. ഈ പഞ്ചവാനരന്മാരെയാണ് സീതാദേവി കണ്ടതും തൻ്റെ ആഭരണങ്ങൾ ഉത്തരീയ ഖണ്ഡത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടതും. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്താൽ അതിന് ഉത്തമ ഫലം ലഭിക്കും. ശബരി തുടർന്നു, ഞാൻ അങ്ങ് നോക്കിയിരിക്കെ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ശബരി രാമൻ്റെ അനുഗ്രഹത്താൽ അഗ്നിപ്രവേശം ചെയ്ത് മോക്ഷമടഞ്ഞു. ജന്മനാ കാട്ടാള സ്ത്രീയാണെങ്കിലും രാമനിലുള്ള ഭക്തി കൊണ്ട് അവൾ മുക്തയായി. ഇങ്ങനെ ആരണ്യകാന്ഡം ദേവൻ ഉമാദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത് തുഞ്ചൻ്റെ കിളിപ്പൈതൽ പാടി നിർത്തി. പ്രിയധന്യാത്മാക്കളെ, സർവാഭീഷ്ടപ്രദനായ സീതാരാമനെ സർവാത്മന സദ്ഗതിക്കായി സേവിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ സംഗ്രഹം സമ്പൂർണ്ണമാക്കുന്നു. ഇന്നത്തെ പാരായണ ഭാഗവും ആരണ്യകാന്ഡവും ഇതോടെ സമാപിക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.